നമസ്കാരം, ഞാൻ അജയ് ഉണ്ണി. ഇന്ന് ഞാൻ വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ശുചിത്വ കേരളം, ശുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് കാണിക്കുന്നുണ്ട്, ഒരുപാട് പരസ്യം കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നോക്കുക, ശുചിത്വ കേരളത്തിലെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ദേ ഒരെണ്ണം കിടക്കുന്നുണ്ട്, അതവിടെ കിടന്നോട്ടെ. ഈ വണ്ടിയുടെ ചുറ്റും കിടക്കണം, ഇതൊന്ന് നിങ്ങൾ കാണുക, ഒന്ന് കാണിച്ചു കൊടുത്തേ മോനെ. ഇതെന്നാ കിടക്കണേന്ന് വെച്ചാൽ ഇത് മൂത്രവും ബാക്കി അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഈ കെട്ടിടത്തിലെ ബാത്റൂമിൻ്റെ മൂത്രം വന്നിട്ട് അതവിടെ ലീക്കായിട്ട് കാണിച്ചു വെച്ചേക്കണ പരിപാടിയാണത്. ഇതൊന്നും നന്നാക്കാനും മുനിസിപ്പാലിറ്റി കെട്ടിടമാണ്, ടൗൺ ഹാളാണ്, മുനിസിപ്പാലിറ്റി ടൗൺ ഹാൾ. ഇതൊന്നും നന്നാക്കാനോ പിടിക്കാനോ എത്ര നാളായിട്ട് നിങ്ങളൊന്ന് നോക്കി, ഇത് എത്ര നാളത്തെ പഴക്കമുണ്ടെന്ന് നോക്കി. ഇവിടെ കിടക്കണ ഈ വേസ്റ്റിന് എത്ര നാളത്തെ പഴക്കമുണ്ടെന്ന് നോക്ക്. ഇവിടെ ഒരുപാട് തൊഴിലാളികളും ഈ അന്യ സംസ്ഥാന തൊഴിലാളികളും കാര്യങ്ങളൊക്കെ ഇവിടെ തമ്പടിക്കുന്നതാണ്. ഇവരൊക്കെ എന്തെങ്കിലും ഇതിൻ്റെ അകത്തു നിന്നൊക്കെ എന്തെങ്കിലും അസുഖം വന്ന് നാട്ടുകാരിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് അസുഖമാക്കി എല്ലാം നശിപ്പിച്ച് ഇവിടെ മൊത്തം കുളമാക്കിയിട്ടാണ് ഇവിടെ ശുചിത്വ കേരളത്തിൽ ഇവന്മാരിത് ശുചിത്വ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതൊന്ന് നന്നാക്കാനോ അത് നന്നാക്കാൻ കൊടുത്തവൻ നോക്കുക, നന്നാക്കാൻ കൊടുത്തവൻ ഇപ്പോൾ ചെയ്തു വെച്ചേക്കണം നോക്കുക. ഒരു 5000 രൂപയുടെ പണിക്ക് അവൻ 250 രൂപയുടെ ഒരു കപ്ലിങ് മേടിച്ചത് അവിടെയൊക്കെ ലീക്കായിരുന്നു, അത് മേടിച്ച് മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാനും പിടിക്കാനും ഈ ജയിച്ച് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാർക്കും ഈ ജയിച്ച് പോയ ആൾക്കാർക്കും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും ഇതൊക്കെ ആൾക്കാർക്ക് അസുഖം തന്നെയാണെന്ന് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളത് തെറ്റെന്നുള്ള രീതിയിൽ നിങ്ങളിതേ വിമർശിച്ചോ. ഇത് നോക്കുക, ഈ ഒലിക്കണം ഒന്ന് കാണിച്ചു കൊടുത്തവനെ. ഇത് ചുമ്മാ വന്നത് ഇത് അരുവിയിൽ നിന്ന് വന്ന വെള്ളമല്ല, ഇത് മൂത്രമാണ്. മേളിൽ നിന്നുള്ളവരെല്ലാം മൂത്രം ഒഴിച്ചിട്ട് വന്ന ഈ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ ബാത്റൂമിൽ നിന്നുള്ള മൂത്രമാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത്. ഞാനിതൊന്ന് കാണിക്കാൻ വന്നതാണ്. ഇതൊക്കെ ഒന്ന് ശരിയായിട്ട് നന്നാക്കി ഒന്ന് പ്രവർത്തനമാക്കി, അല്ലെങ്കിൽ ആ പൈപ്പൊക്കെ മാറ്റി ഈ ചെയ്ത ഇവന്മാരെ ഇതിൻ്റെ പണി കോൺട്രാക്ട് എടുത്തവനെ വിളിച്ച് തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള പരിപാടി മുനിസിപ്പാലിറ്റി ചെയ്യുക. ഇതൊന്ന് കാണിക്കാൻ വന്നതാണ്. അപ്പം ഓക്കെ.